ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 സെപ്റ്റംബർ 4 പൂർണ്ണമായും സ്ലീപ്പ് മോഡിലേക്ക് പോയതാണ്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇപ്പോൾ സൂര്യൻ ഉദിച്ച് 5 ദിനങ്ങൾ പിന്നിട്ടിട്ടും ഉറക്കമുണരാതെ ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കഠിന ശ്രമങ്ങളിലാണ് ഇന്ത്യൻ ശാസ്ത്രലോകം. ഇതുവരെ സിഗ്നലുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ISRO അറിയിക്കുന്നത്. സിഗ്നലുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ സ്ലീപ്പ് മോഡിൽ നിന്ന് മാറി ലാൻഡറും റോവറും വീണ്ടും പ്രവർത്തനക്ഷമമായെന്ന് സ്ഥിരീകരിക്കാനാകൂ. ഒരു ചാന്ദ്രദിനം ഭൂമിയിലെ 14 ദിനങ്ങളായതിനാൽ ഇനിയും പ്രതീക്ഷയുണ്ടെന്നാണ് ISRO പറയുന്നത്. ഒരു ചാന്ദ്രദിനം മുഴുവൻ തുടർച്ചയായ സൂര്യപ്രകാശം ഉണ്ടാകുമെന്നും അതിനാൽ തന്നെ താപനില ഉയരും. താപനില ഉയരുന്നതോടെ റോവറിലെയും ലാൻഡറിലെയും ഉപകരണങ്ങൾ ചൂടുപിടിക്കും. അങ്ങനെ വരുമ്പോൾ 14-ാം ദിനത്തിൽ വരെ ചന്ദ്രയാൻ 3 ഉണരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ISROയുടെ നിഗമനം. എന്നാൽ അത് എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നത് പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഓട്ടോമാറ്റിക്കായി ലാൻഡറും റോവറും ഉണരുന്നതിനായി ചില സർക്യൂട്ടുകൾ നേരത്തെ തന്നെ ISRO ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ ശാസ്ത്രലോകം ചന്ദ്രയാൻ 3ന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കുന്നത്. ഇനി സിഗ്നൽ വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 വിജയത്തിന്റെ പ്രതീകമായി ലാൻഡറും റോവറും ചന്ദ്രനിലെ ദക്ഷിണധ്രുവത്തിൽ തുടരും. ദൗത്യത്തിലെ ലക്ഷ്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച ലാൻഡറിനും റോവറിനും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. പുതിയൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാൻ ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.